ഹായ് ഗൈസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആമി. സോ നമ്മളെന്ത് ചെയ്യാമോ, നമ്മുടെ ഫ്രണ്ട് കാണുന്നത് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. സോ അതിന് വേണ്ടി തന്നെ നമ്മൾ ആദ്യം മന്ദാരത്തിൻ്റെ മൂടും ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പുറത്തുള്ള ഞവര സ്പാനിഷ് തേയും പനിക്കൂർക്ക എന്നടി അറിയപ്പെടുന്ന ഈ ചെടി വൃത്തിയാക്കുന്നത് നല്ലൊരു ഔഷധ സസ്യം കേട്ടോ. അപ്പോൾ ഈ ഔഷധ സസ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മളിതൊക്കെ ഇട്ട് ആവി പിടിക്കണം. ഇതും മഞ്ഞപ്പൊടിയും തുളസി ഇലയും വെള്ളവും കൂടിയിട്ട് പനി പമ്പ കിടക്കും കേസ്. ഞാൻ ഇതിനകത്ത് കുറച്ച് തണ്ടൊക്കെ ഓടിച്ച് മാറ്റി വെക്കുന്നുണ്ട്, നമുക്കിത് വേറൊരു സ്ഥലത്ത് നടാൻ വേണ്ടി. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒരുമിച്ച് കൂടി രണ്ട് സ്ഥലത്തായിട്ട് നട്ടിരുന്ന ഞാൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അടർത്തി മാറ്റിയപ്പോഴത്തേക്ക് എന്നെ നല്ല ചെരന്തിയില കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചു, വേറൊരു ഞവര. ഞാൻ എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്ന ദിവസം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക്, വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ കമ്പ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, നല്ലൊരു വെള്ളപ്പൂ പിടിക്കുന്ന ചെടിയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ആ ചെടിയുടെ കമ്പ് എടുത്തുകൊണ്ട് വന്നു, ജസ്റ്റ് കുഴിച്ച് വെച്ചാണ്. ഇനി ഞാൻ നേരെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ കലത്തിലാണ് നടുന്നതെങ്കിലും നമ്മളതിൻ്റെ നല്ല ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ കൊതുവൊക്കെ വരുമല്ലോ, അതുകൊണ്ട് നല്ല ഓട്ടയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്ന നാലുമണി ചെടി, തുളസി ചെടി, ശംഖുപുഷ്പം, അങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിനും ഞാൻ നീറ്റായിട്ട് കട്ടയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു, മന്ദാരത്തിൻ്റെ ചുറ്റിനും ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ അവിടെ കിടന്ന ചവറൊക്കെ തൂത്ത് വരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.